ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇൻ്റഗ്രേഷൻ 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ 1 കണ്ടിന്യൂഷനായിട്ടാണ്, തുടർച്ചയായിട്ടാണ് ഇൻ്റഗ്രേഷൻ 2 വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ 1 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ഡേ 2 ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 6, സ്വപ്ന വീട്. ആദിഷിൻ്റെ വീട് പണി നടക്കുകയാണ്. ആദിഷ് വരച്ച വീടിൻ്റെ ചിത്രം നോക്കൂ. ഇവിടെ കണ്ടോ, ആദിഷ് അവൻ്റെ സങ്കല്പത്തിലുള്ളൊരു വീട് വരച്ചിട്ടുണ്ട് അല്ലേ? ഇനി രൂപങ്ങൾ എണ്ണാം, എഴുതാം. ഇവിടെ ഈ വീടിൻ്റെ ചിത്രത്തിൽ ഒരുപാട് ചതുരങ്ങളും ത്രികോണങ്ങളും വട്ടങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? എത്ര ത്രികോണമുണ്ട്, എത്ര വട്ടമുണ്ട്, എത്ര ചതുരമുണ്ട് എന്ന് എണ്ണി കണക്കാക്കി ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ഈ ബോക്സുകളിൽ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ, എത്ര ത്രികോണങ്ങളുണ്ട് എന്ന് നോക്കൂ. 1 2 3 4 5 6 അല്ലേ? 6 ത്രികോണങ്ങളുണ്ട്. ഇനി അടുത്തത് എന്താണ്? എത്ര വട്ടങ്ങൾ, എത്ര സർക്കിൾ ഉണ്ട് എന്നുള്ളത്. 1 2 3 4 5 അത്രയല്ലേ ഉള്ളൂ. 5 സർക്കിൾസ് ഉണ്ട്, 5 വട്ടങ്ങളുണ്ട്. അടുത്തത് എന്താണ്? ചതുരം. എത്ര റെക്റ്റാങ്കിൾ ഉണ്ട് എന്ന് നോക്കണം. കണ്ടോ, 1 2 3 4 5 6. ഈ വലുത് 6, ഈ നീളത്തിൽ കിടക്കുന്നത് 7. അങ്ങനെ ടോട്ടൽ 7 റെക്റ്റാങ്കിളും ഉണ്ട്. നോക്കൂ, ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ത്രികോണം, വട്ടം, ചതുരം എന്നീ രൂപങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കണം. നമ്മളോട് ഇവിടെ മറ്റൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? നിങ്ങൾ സ്കൂളിൽ ആക്ടിവിറ്റി ചെയ്തപ്പോൾ പല രൂപത്തിലും വരച്ചിട്ടുണ്ടാകും. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കാം. നിങ്ങളൊന്ന് നോക്കൂ. ഒരു ചതുരം വരച്ചു, 2 സർക്കിൾ വരച്ചു, ഒരു ചെറിയ ത്രികോണം, വീണ്ടും 2 റെക്റ്റാങ്കിൾ. ഓക്കെ, ഇതാണ് ഞാൻ വരച്ചിട്ടുള്ള ചിത്രം. ഇതിനുള്ളിൽ വേണമെങ്കിൽ വീണ്ടും സർക്കിൾ വരക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിലും വരക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 7, ഗൃഹപ്രവേശം. വീടൊരുങ്ങി. 2023 സെപ്റ്റംബർ 10 ഗൃഹപ്രവേശം. കലണ്ടർ നോക്കി ഗൃഹപ്രവേശ ദിവസം കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഹൗസ് വാമിംഗ്, വീട് താമസിക്കാൻ പോവുകയാണ്. അങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് നമ്മൾ ഈ കലണ്ടറിൽ നോക്കി കണ്ടുപിടിക്കണം. നമുക്കിവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചോദ്യങ്ങളായിട്ട് തന്നിട്ടുണ്ട്. നോക്കൂ. കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ പൂരിപ്പിക്കാം. നിങ്ങളൊന്ന് നോക്കിയേ. 1 2 3 4 പറഞ്ഞിട്ട് ഇവിടെ 2 ദിവസങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ വന്ന് 7 8 9 10 11 കഴിഞ്ഞിട്ട് വീണ്ടും 2 ദിവസങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം അവിടെ പൂരിപ്പിച്ച് കൊടുക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 4 കഴിഞ്ഞാൽ 5 6, അതുപോലെ 11 കഴിഞ്ഞാൽ 12 13. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗൃഹപ്രവേശം ഏതു ദിവസമാണ്? നോക്കിയേ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2023 സെപ്റ്റംബർ 10 ഗൃഹപ്രവേശം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 10 എന്നാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോ? സെപ്റ്റംബർ 10 ഇതാ വരുന്നു. അത് ഞായറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇവിടെ ഞായർ അല്ലെങ്കിൽ സൺഡേ എന്നെഴുതാം. ഞായർ, സൺഡേ. ഓക്കെ, 2023 സെപ്റ്റംബർ 10 വരുന്നത് സൺഡേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2023 സെപ്റ്റംബറിൽ എത്ര തിങ്കളാഴ്ചകളുണ്ട്? തീയതികൾ ഏതൊക്കെയാണ്? അപ്പോൾ മൺഡേ എത്ര ദിവസമുണ്ട്? ഇതാണ് മൺഡേയുടെ കോളം. ഒന്ന് നോക്കിയേ, എത്ര മൺഡേ ഉണ്ട്? 1 2 3 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 4 എന്നെഴുതണം. എന്നിട്ട് ഏതൊക്കെയാണ് മൺഡേ വരുന്നത് എന്നെഴുതാം. 4 11 18 25. 4 4-ാം തീയതി, 11-ാം തീയതി, 18-ാം തീയതി, 25-ാം തീയതി. അങ്ങനെ 4 ദിവസങ്ങളിലാണ് തിങ്കളാഴ്ച സെപ്റ്റംബർ മാസത്തിൽ വരുന്നത്. ഇനി അടുത്തത് നോക്കൂ. കലണ്ടർ നോക്കി സംഖ്യാ പാറ്റേൺ തയ്യാറാക്കൂ. നമ്മൾ ഈ കലണ്ടറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഒരു ദിവസം എടുത്താൽ അതിന് നേരെ താഴെ വരുന്ന ദിവസവും തമ്മിൽ 7 ദിവസത്തെ വ്യത്യാസമാണുള്ളത്. അത് നമ്മൾ താഴേക്ക് എഴുതിയാൽ ഒരു സംഖ്യാ പാറ്റേൺ നമുക്ക് നിർമ്മിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? 310 3,10 എന്ന് തന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആ പറഞ്ഞിട്ടുള്ള സംഖ്യാ പാറ്റേണിൻ്റെ കോളം. 310. നെക്സ്റ്റ് വരുന്നത് എന്താണ്? 17 പിന്നെ 24. അപ്പോൾ നമുക്കിവിടെ 17 24. ഓക്കെ, ഇനി അടുത്തതോ 713. എവിടെ 7 ഇതായിരിക്കുന്നു 13. ഇനിയോ ഇതിങ്ങനെ ക്രോസ് ചെയ്താൽ നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1925 ആ ഡേയ്സുകൾ തമ്മിൽ എത്ര നമ്പറിൻ്റെ ഡിഫറൻസാണ് വരുന്നത്? ഒന്ന് നോക്കിയേ. 6 ഡേയ്സിൻ്റെ ഡിഫറൻസാണ് വരുന്നത് അല്ലേ? 6 ഡേയ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഒരു പാറ്റേൺ തയ്യാറാക്കാം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്ഷണക്കത്ത്. ആദിഷിൻ്റെ വീട് പണി പൂർത്തിയായി. ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കൂ. അപ്പോൾ നമുക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കാൻ നമ്മൾ എഴുതി പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ഷണക്കത്ത് തയ്യാറാക്കേണ്ടത്? ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളൊരു ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ ഈ കോളത്തിന് ചുറ്റുമായിട്ട് 4 വശത്തും ഇതുപോലെ ഒരു ബോക്സ് വരച്ചിടണം. ഈ ബോക്സിനകത്ത് വേണം നിങ്ങൾ ക്ഷണക്കത്ത് തയ്യാറാക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പം ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം, നിങ്ങളൊന്ന് നോക്കൂ കൂട്ടുകാരെ. നമ്മൾ കോളം വരച്ചു. അതിനുശേഷം ക്ഷണക്കത്ത് എന്ന് ആ കോളത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നല്ല കട്ടി കൂട്ടി എഴുതണം. അതിന് താഴെ ഇതുപോലെ നമ്മൾ അടിയിൽ അണ്ടർലൈൻ ചെയ്യുകയും വേണം. ഓക്കെ, എന്നതിന് ശേഷം നോക്കൂ. പ്രിയരെ, എൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 2023 സെപ്റ്റംബർ 10 തിങ്കളാഴ്ചയാണ് ഗൃഹപ്രവേശം. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നത്. താങ്കളെ കുടുംബസമേതം പരിപാടിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് സ്നേഹപൂർവ്വം ആദർശ്. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ കോളം അവിടെ ആ ബോക്സ് നമ്മളവിടെ പൂർത്തിയാക്കി വരയ്ക്കുകയും വേണം. കണ്ടോ? അപ്പോൾ ഇതിൽ എന്തെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന് ഇതാണ് ക്ഷണക്കത്ത് എന്നുള്ള ഈ ഹെഡിങ്. രണ്ടാമതായി വേണ്ടത് ഈ പ്രിയരെ എന്നുള്ളൊരു അഭിസംബോധന. നമ്മൾ ഈ കത്ത് വായിക്കുന്ന ആളുകളെ നമ്മളൊന്ന് വിളിക്കുന്ന പോലെ അഭിസംബോധന ചെയ്യുന്നതാണ് പ്രിയരെ എന്നുള്ളത്. പിന്നെ വേണ്ട ഒരു കാര്യമാണ് ഈ ഡേറ്റ്. ഏത് ദിവസമാണ് പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് പരിപാടിയാണെങ്കിലും ഒരു ദിവസം ഉണ്ടാവുമല്ലോ. ഏത് ദിവസമാണ് നമ്മൾ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സമയവും നമ്മൾ പ്രത്യേകം എഴുതി ചേർക്കണം. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനമായിട്ട് താങ്കളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു എന്നുള്ള ഈ ഒരു വാചകവും വളരെ നിർബന്ധമാണ്, അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള മാർക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മറക്കാതെ എഴുതി ചേർക്കണം. എന്ന് സ്നേഹപൂർവ്വം ആരാണോ അവരുടെ പേരും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒപ്പമെല്ലാം ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രത്യേക കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ നമ്മുടെ ക്ഷണക്കത്ത് തയ്യാറാക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന് ക്ഷണക്കത്ത് എന്നുള്ള ഈ ഹെഡിങ്, രണ്ടാമതായിട്ട് പ്രിയരെ എന്നുള്ള അഭിസംബോധന, അതുപോലെ ദിവസം, തീയതി, കാര്യങ്ങൾ, അതുപോലെ സമയം. പിന്നെ വേണ്ടതാണ് താങ്കൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു എന്നുള്ള ആ ഒരു ക്ഷണിച്ചു കൊണ്ടുള്ള ഒരു വാക്ക്. ഏറ്റവും അവസാനമായിട്ട് എന്ന് സ്നേഹപൂർവ്വം ആരാണോ അവരുടെ പേരും ഒപ്പും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. വീടൊരുക്കിയവർ. ആദിഷിൻ്റെ വീട്, സ്വപ്ന വീട്. കൂട്ടുകാരെല്ലാം വീട് കണ്ടു. വീടൊരുക്കിയവർ ആരൊക്കെ? വീടുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ വീടുമായി വരച്ച് യോജിപ്പിക്കൂ. നോക്കൂ മക്കളെ, ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു വീട് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വ്യത്യസ്ത തൊഴിലാളികൾ, വ്യത്യസ്ത ആളുകൾ ചെയ്യുന്ന വ്യത്യസ്ത തരം ജോലികളെ നമുക്ക് ഓരോ വട്ടങ്ങളുടെ ഉള്ളിലായിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് തന്നിട്ടുള്ള ചിത്രത്തിൽ ആരാണുള്ളത്? ഒരു പടവുകാരൻ, കല്ലുകൾ വെച്ച് അടുക്കി വെച്ച് പടവ് ചെയ്യുന്ന ഒരാൾ. അടുത്തത് ഒരു പോലീസുകാരൻ, അടുത്തതൊരു പെയിൻറ്റർ, അടുത്തത് ഒരു കൽപ്പണിക്കാരൻ, നെക്സ്റ്റ് ഒരു ടൈലർ, ഒരു സ്ത്രീ അവിടെ തയ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എന്താണ്? ഒരു ഡോക്ടർ. അപ്പോൾ ഇവരെല്ലാവരും ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ടവരാണോ?
അല്ല, അല്ലേ? അപ്പം നമുക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ടവരെ മാത്രം ഈ വീടിൻ്റെ അകത്തേക്ക് വരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പടവുകാരനില്ലേ? യെസ്. പിന്നെ പെയിൻറ്റർ, അത് കഴിഞ്ഞാലോ ഈ കൽപ്പണിക്കാരൻ. ഇവർ 3 പേരുമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 10 കടങ്കഥ. കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം. 1 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാൺ. 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാൺ. എന്താണത്? 1000 കുഞ്ഞുങ്ങൾക്ക് ഒരൊറ്റ അരഞ്ഞാൺ. അത് ചൂലാണ്. ചൂല്. ഓക്കെ. അടുത്തത് കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ആരാണത്? കുട. ഓക്കെ. നെക്സ്റ്റ് വായില്ല നാക്കുണ്ട്. നാക്കിന്മേൽ പല്ലുണ്ട്. വായില്ല പക്ഷെ നാവുണ്ട്. നാവിന്മേൽ പല്ലുണ്ട്. അതാരാണ്? ചിരവ. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തതായിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കി എഴുതുക. ഉത്തരം നമുക്ക് ആകാശം കിട്ടണം. അങ്ങനെ വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കി എഴുതണം. എന്തെഴുതാം? ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ. മടക്കിയാലും മടക്കിയാലും തീരാത്ത റോഡ്, അങ്ങനെ മടക്കിയാലും തീരാത്ത സാരി, അങ്ങനെ എല്ലാം ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ. അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക. ഈ ഒരു പാറ്റേണിലാണ് പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതെല്ലാം നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നന്നായി പരീക്ഷ എഴുതാനും നന്നായി വിജയിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ബൈ.